ഹായ് ഫ്രണ്ട്സ്, ആർമി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു ചെടിയുടെ കമ്പും നമ്മുടെ ഡിസ്പോസിബിൾ ചെറിയ ഗ്ലാസും ഇത് വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷൻ ഐറ്റമാണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ ടേബിളിലും അതുപോലെ തന്നെ നമ്മുടെ ഷോക്കേസിലൊക്കെ വെച്ച് ചെയ്യാവുന്ന വെക്കാവുന്ന ഒരു സൂപ്പർ ഐറ്റമാണ്. അപ്പം കിടു വീഡിയോയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല, സൂപ്പർ വീഡിയോ ആണ്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണാം. നമുക്ക് അന്നേരം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചെടിയുടെ കമ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐറ്റങ്ങൾ ചെയ്യാനുണ്ട്. കുറച്ച് വയറൊക്കെ ചുറ്റി ഒന്ന് ശരിയാക്കാനുണ്ട്. കുറച്ച് LED ബൾബും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അതിനിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ചെറിയ വണ്ണം കുറഞ്ഞ കമ്പിയാണ്. അത് വാർണിഷ് ആയിട്ടുള്ള കമ്പിയാണ്. അത് നമുക്കിത് ഈ ട്രാൻസ്ഫോമർ, ചെറിയ ഈ ടോർച്ചിൻ്റെയൊക്കെ വരുന്ന ട്രാൻസ്ഫോമർ അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ നമുക്ക് അതൊന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് സാധാരണ ചെറിയ വണ്ണം കുറഞ്ഞ വയറാണെങ്കിലും മതി. അത് വെച്ചിട്ട് നമുക്ക് ഇത് ചുറ്റിയെടുക്കാവുന്നതാണ്. ഇങ്ങനത്തെ ഞാനൊരു 1, 2, 3 ഈ 3 വശത്തായിട്ട് അതിന് സെറ്റായിട്ട് ഞാനൊരു കുറച്ച് വയർ എടുത്തിട്ടുണ്ട്. ഈ വയർ നമുക്ക് അതിലോട്ട് ചുറ്റി വെക്കണം. അത് ചുറ്റിട്ട് വേണം നമുക്കത് ഇതുപോലെ ഇങ്ങനെ വെക്കാണ്ടി. അപ്പോൾ നമുക്കിത് ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കാം. അപ്പം ഒരെണ്ണത്തിൻ്റെ ഓരോ വശമായിട്ട് നമുക്ക് ചുറ്റിയിട്ട് അതിലോട്ട് ഇങ്ങനെ ഒരറ്റം വരുമ്പോൾ അതിൻ്റെ അറ്റത്തോട്ട് ചെറിയൊരു പീസ് നീളത്തിൽ ഇങ്ങനെ ചുറ്റി വെക്കണം. ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ വാർണിഷ് ആയതുകൊണ്ട് ഇങ്ങനെ ഉള്ളതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ല. അത് പൊട്ടിയൊന്നും പോത്തുന്നില്ല, അത് ഷോർട്ടോ അങ്ങനെയൊന്നും ആകത്തില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ അറ്റത്തിച്ചിരി നീളത്തിൽ ഇട്ടേക്കണം. ഇപ്പോൾ എല്ലാം ചുറ്റിയെല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഉറപ്പിച്ച് വെക്കണം. അതിപ്പോൾ പഴയ ഒരു ഇവിടെ കിടന്നൊരു ഫ്ലവറിൻ്റെ ഒരു അടിവശമാണ്. അപ്പോൾ അതിലോട്ട് നമുക്കിതിങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഉറപ്പിച്ച് വെക്കുക. ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ വാട്ടർ കണക്ഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഈ സാധനം ഇതൊന്ന് ഊരി ഒന്ന് മാറ്റണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഊരി മാറ്റിയിട്ടുണ്ട്. ബാറ്ററിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അത് ഇതുപോലെ തന്നെ വലിച്ച് മാറ്റിക്കഴിഞ്ഞാൽ തെർമോക്കോളും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതിൻ്റെ മുകളിൽ ചെറിയ പച്ച നിറത്തിലുള്ള ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററി നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. അതിന് മുമ്പ് നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഇവിടെ സ്വിച്ച് വേണം, 2 ചെറിയ പുഷ് സ്വിച്ച്. പിന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ബാറ്ററിയുടെ ഹോൾഡർ, ചാർജറിൻ്റെ ഹോൾഡറാണ് വേണ്ടത്. അപ്പം അതെല്ലാം വെച്ചിട്ട് നമുക്കിനി ഇപ്പോൾ ഈ സ്വിച്ചിൻ്റെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. സ്വിച്ചിൻ്റെ അതുപോലെ തന്നെ ചാർജറിൻ്റെയും ചെറിയൊരു LED ബൾബിൻ്റെ അവിടെ. അപ്പോൾ സ്വിച്ചിൻ്റെയും ചാർജറിൻ്റെയും LEDയുടെയും തുളച്ചെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ തുളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഭാഗം നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തിട്ട് ഇറക്കി വെക്കണം. അത് കമ്പ് ഇതിനകത്തിട്ട് ഇറക്കി വെക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമുക്കിപ്പം ഈ ബാറ്ററിയും അതിൻ്റെ കണക്ഷനും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഇതുപോലെ ചെറിയൊരു ചരടോ റോപ്പോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്കിത് ഈ കമ്പികളിലെ ഈ വയറെല്ലാം മൂടത്തക്ക വിധത്തിൽ നമുക്കത് ചുറ്റി എടുക്കണം, നല്ലതുപോലെ എടുക്കണം. ഇതൊരു ഈ റോപ്പെന്ന് പറയുമ്പോൾ സിൽക്കി റോപ്പാണ്, അത് കോട്ടൻ്റെ അല്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗത്തിന് പറ്റിയത് ഇച്ചിരി കളറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അത് വെച്ചിരിക്കുന്നു. അപ്പോൾ അതുപോലെ ചുറ്റി ഇങ്ങനെ ഫുള്ള് ചുറ്റിയെടുക്കണം. ചെറിയ പച്ചയും ബ്ലാക്ക് കളറും ഒക്കെ ഉണ്ട് അവിടെ ഒക്കെ ഉള്ളത്. നമുക്കത് ചെറിയ മാച്ചിങ് കളറായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചുറ്റാൻ്റെ എൻ്റെ വശമൊക്കെ കഴിയുമ്പോൾ നമുക്കിത് ഫ്ലസ്കിക്ക് വെച്ച് നമുക്ക് ഒട്ടിച്ച് വെച്ചിട്ട് വെക്കാം. അപ്പം അങ്ങനെ ആകുമ്പോൾ വലത്തോടെ ഇട്ടിരുന്നുള്ളൂ. പണ്ട് മുഴുവൻ നമ്മളെല്ലാം ചുറ്റിയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതിലോട്ട് ഇനിയിപ്പം ചെറിയ ഡെക്കറേഷൻ റെഡിയായിട്ട് നമുക്ക് ഇച്ചിരി പൂവും ഇലയൊക്കെ ആയിട്ടൊന്ന് വെക്കണം. ഇപ്പോൾ ഈ കാണുന്ന പൂവും പച്ച നിറത്തിലുള്ള ഈ ഇതെല്ലാം കൂടെ ആയിട്ടൊന്ന് ഡെക്കറേഷനായിട്ടൊരു ഭംഗിക്ക് വേണ്ടി നമുക്ക് അതെല്ലാം ഒന്ന് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതിലോട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വേണ്ടി ബെല്ലൈക്കണോടെ ഒന്ന് അമർത്തി ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമ്മുടെ ഈ പച്ച നിറത്തിലുള്ള പൂ പോലത്തെ അതുപോലെ തന്നെ ഇലകളുമൊക്കെ നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇല അങ്ങോട്ട് ഇതിട്ട് ഈ ശിഖരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നമുക്കൊന്ന്
ഇതുപോലെ തന്നെ അതുപോലെ തന്നെ മുകളിലൊക്കെ ആയിട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗിക്ക് വേണ്ടി. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എങ്ങോട്ടെങ്കിലും മാറ്റി വെച്ചാലും കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു ഭംഗി കിട്ടാവുന്ന രീതിയിൽ നമുക്ക് ഒട്ടിച്ച് വെക്കാം. അത് നമുക്ക് ഉപയോഗിക്കുന്ന ഫ്ലഷ് കിക്ക് വെച്ചിട്ടാണ് അകത്തോട്ട് ഒട്ടിക്കുന്നത്. അപ്പോൾ ഒരു ഇല അകത്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഉണ്ടോ, ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് നല്ല ബലത്തിലാണ് ഇരിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് അടുത്തൊരു ഇലയും കൂടെ ഇവിടെ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ആ തുണിയുടെ ആകുമ്പോൾ നല്ലോണം പശ പിടിച്ച് നല്ലോണം ഒട്ടിപ്പിടിച്ചിരുന്നോളും, നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. ഇപ്പോൾ നമുക്ക് ഓരോ ഇലകൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ഉചിതമായിട്ടൊരു രീതിയിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് ആ സ്ഥാനം മാറ്റി അങ്ങനെ വിളിച്ചും ഒട്ടിച്ച് വെക്കാം. ഇപ്പോൾ അതിൻ്റെ പൂവും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ വെച്ചിട്ട് ഭംഗി വരുത്താം. ഇപ്പോൾ നമ്മുടെ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്, ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മരം നിൽക്കുന്ന പോലെ ആയിട്ട് തോന്നില്ലേ, ചെറിയൊരു ചെടി പൂച്ചെടി നിൽക്കുന്ന പോലെയൊക്കെ ഒരു തോന്നൽ, ഒരു പച്ച നിറത്തിലുള്ള ഇത് തോന്നുന്നുണ്ട്. അപ്പം അത്ര ആയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലത്തെ 3 ചെറിയ ഡിസ്പോസിബിൾ ഗ്ലാസ്സാണ് നമുക്കുള്ളത്. കാരണം ചെയ്താൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിനകത്ത് വെക്കാനുള്ളതിൻ്റെ. അത് വെച്ചാലുള്ളൂ നമുക്ക് അതിൻ്റെ LED വട്ടം പ്രകാശങ്ങളൊക്കെ ഇതിലൂടെയാണ് നമ്മൾ പ്രകടിപ്പിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഓരോന്നിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് തുളയിടണം. അത്യാവശ്യം ഒരു ചെറിയൊരു തുള വെച്ചാൽ മതി, വലിയ വണ്ണത്തിൽ വേണ്ട. അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഇത്രയും ചെറിയ ഒരു വണ്ണത്തിൽ തുളച്ചാൽ മതി. ഇപ്പോൾ എന്തായാലും വെച്ചൊന്ന് തുളച്ചാൽ മതി. ഇപ്പോൾ സ്കൂട്ടർ വേണമെന്നൊന്നുമില്ല, എന്തെങ്കിലും ഒരു മുനയുള്ള ഏതെങ്കിലും പ്രതലം വെച്ചിട്ടൊന്ന് തുളച്ച് ലെവലൊക്കെ വെച്ചാൽ മതി. ഇപ്പോൾ 3 ഭാഗം ഇതുപോലെ ഇങ്ങനെ തുളയ്ക്കണം. ഇപ്പോൾ നമ്മുടെ 3ാമത്തേൻ്റെയും തുളയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ 3 ഈ തുളയ്ക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കൂടെയൊക്കെയാണ് നമ്മൾ ആ കമ്പെ ചുറ്റി വെച്ചിരിക്കുന്ന വയർ ഇതിലൂടെ കടത്തി വിടാൻ വേണ്ടി, അതിൻ്റെ LED ബൾബൊക്കെ കൊടുക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ഇതിൻ്റെ ഈ കാണുന്ന വയർ നമുക്ക് ഇതിൻ്റെ അകത്ത് കൂടെ ഇങ്ങനെ കടത്തി കിട്ടുക. ഇങ്ങനെ കടത്തി കിട്ടിയ ശേഷം നമുക്കുണ്ട് ഇപ്പോൾ ഇതുപോലെ ഒരു LED പാൻ എടുക്കുക. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇതുപോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു, എമർജൻസി ലൈറ്റ് ഉണ്ടാക്കേണ്ടത് ഇതുപോലെ LED പാനിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ വശത്തും നമുക്ക് അതിൻ്റെ വയർ കണക്ട് ചെയ്ത് കൊടുക്കാം. പണ്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് സോൾഡർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ വശങ്ങളിട്ട് ഇങ്ങനെ സോൾഡർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു വയർ ഞാനിവിടെ സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം 2ാമത്തെ വയറും കൂടെ സോൾഡർ ചെയ്തിട്ടുണ്ട്. പ്ലസും മൈനസും ഉണ്ട്, അത് നോക്കിയിട്ട് വേണം കൊടുക്കാൻ. അതിപ്പോൾ എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റും, ഈസിയാണ്, അത് എഴുതിയിട്ടുണ്ട് പ്ലസും മൈനസും ഒക്കെ. ഇപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇതുപോലെ LED ബൾബ് ഞാൻ ഇതുപോലെ 2 കണക്ട് ചെയ്തിട്ടുണ്ട്, പോളാരിറ്റൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് പ്ലസും മൈനസും ആയിട്ട് 2 LED ബൾബാണ് കൊടുത്തിരിക്കുന്നത്. ഇത് റെഡും ബ്ലൂ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിങ്ങനെ ഓട്ടോമാറ്റിക് ബ്ലിങ്ക് ചെയ്തുകൊണ്ട് ഇരിക്കും. അതിന് നമുക്ക് ഈ വയറിലോട്ട് ഇതുപോലെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം. അതും പ്ലസും മൈനസും ആയിട്ട് നോക്കിയിട്ട് ജസ്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ഒന്ന് ചുറ്റിയിട്ട് അതിൻ്റെ വയറൊന്ന് ചുറ്റിയിട്ട് നമുക്ക് അതിലിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. പണ്ട് ഒരു വയറെടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ഇതിലോട്ട് ചുറ്റിയിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റിയാൽ മതി. ചുറ്റണമെന്നൊന്നുമില്ല, ഇനിയിപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ചുരണ്ടിയിട്ട് അത് അതിൻ്റെ വാർണിഷ് കളഞ്ഞിട്ട് അകത്തുനിന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ച് സോൾഡർ ചെയ്ത് കൊടുത്താൽ മതി, ഇരിക്കും. അപ്പോൾ നമ്മൾ ആ എല്ല് പോലെ ഇങ്ങനെ വളച്ച് വെച്ചിരിക്കുന്ന ഭാഗം അകത്തോട്ട് ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് സോൾഡർ ചെയ്താലും മതി. ഇനിയിപ്പം നമുക്കതിൽ സോൾഡർ ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കാം. എന്നിരുന്നാലും ഇത് പൊട്ടാതെ നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇത് വെച്ചിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കണം. ഇപ്പോൾ ആ LED ബൾബ് നമുക്ക് അതിൻ്റെ 2 സൈഡിലായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് അത് തുളച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം ഗ്ലൂ ഗൺ എടുത്തിട്ടുണ്ട്, ഗ്ലൂ ഗണ്ണ് വഴി ആണ് ഒട്ടിക്കുന്നത്. അതിൻ്റെ ഗമ്മ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ സ്ലോ ആയിട്ട് കാണിക്കുന്നത്. ഇപ്പം ഇത് അതിൻ്റെ അകത്തോട്ട് പെട്ടെന്ന് സെറ്റാകുന്നതാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടിക്കേണ്ടതാണ്. അത് ഉള്ളിലോട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കയറ്റി ഒട്ടിച്ച് വെച്ചിട്ട് വേണം നമുക്കിനി LED ബൾബിൻ്റെ കണക്ഷൻ, അതായത് ഒട്ടിച്ച് വെക്കണം. ഇപ്പോൾ സെറ്റാക്കേണ്ട ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പം അതിൻ്റെ LED ബൾബ് കൊണ്ട് അതുപോലെ തന്നെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ മുകളിലത്തെയും താഴത്തെയും ഇതെല്ലാം ഓരോ അതുപോലത്തെ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമുക്കത് അടുത്ത ക്ലാസ്സൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഇത് വയർ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്ത് കൊടുത്ത് ആദ്യം കാണിച്ച പോലെ തന്നെ നമുക്ക് ഇതിനകത്തും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്.
അപ്പോൾ അത് ഞാൻ LED പാനലിൽ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ആദ്യത്തെ പോലെ തന്നെ നമുക്ക് ഇനിയിപ്പം ഗ്ലൂ ഗൺ വെച്ച് ഇതുപോലെ തന്നെ ഒട്ടിച്ച് എല്ലാം കണക്ട് ചെയ്തിട്ട് അതുപോലെ ഒട്ടിക്കുക. അന്നേരം അപ്പം ആ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഇലുമിനേഷൻ ബൾബ്, അതായത് ടേബിൾ ലാമ്പുകൾ കൂടിയുള്ള ഡെക്കറേഷൻ ലാമ്പ് ഇപ്പോൾ ഇതിങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ LED ബൾബ് എല്ലാം കൂടെ ആയിക്കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പം ഇത് വെച്ച് നമുക്ക് വേണമെങ്കിലൊന്ന് ചെറിയൊരു വരുമാന മാർഗ്ഗമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇച്ചിരി ഡെക്കറേറ്റീവ് നല്ലൊരു ഐഡിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആമസോൺ വഴിയോ ഫ്ലിപ്കാർട്ട് വഴിയോ സെയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലത്തെ ഒരു ഐഡിയ ഉള്ളൊരു ഐറ്റമാണ് ഇത് സാധനം. അപ്പം നമ്മുടെ 3 ബൾബും 3 ഗ്ലാസിൻ്റെ വർക്കെല്ലാം നല്ല ഒട്ടിച്ചെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഇപ്പം ഓരോ ഗ്ലാസും അതിൻ്റെ അടിഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം, ഉണ്ടോ ഇതുപോലെ തന്നെ ഇതുണ്ട് എല്ലാം വർക്ക് കുഴപ്പമില്ലാതെ അതിലെല്ലാം ഗ്ലൂ ഗണ്ണ് വെച്ചാണ് എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്, ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത്, നല്ല പശ ഒട്ടിയാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ അടിയിലത്തെ ഈ വയർ കണക്ട് ചെയ്ത് കൊടുക്കണം. അത് നമ്മുടെ ബാറ്ററിയിൽ സ്വിച്ചിലായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് പ്രോപ്പർ ആകത്തുള്ളൂ. അന്നേരം ഇപ്പോൾ നമുക്ക് ഓരോ വയർ എടുത്തിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വയർ, അതായത് എർത്തിൻ്റെ വയറാണ്, അതായത് നെഗറ്റീവ് വയറാണ് ഞാൻ ഇപ്പോൾ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് ബാറ്ററിയുടെ നെഗറ്റീവിലായിട്ട് നമുക്കിത് കൊടുത്തിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് വർക്കിംഗ്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ പാനലിൻ്റെ LED ബൾബും, അതായത് സാധാ LED ബൾബും കളർ LED ബൾബുമായിട്ടുണ്ട് കണക്ഷൻ. നമുക്ക് സ്വിച്ച് വഴി കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്ത് അങ്ങോട്ട് വെക്കാം. ഇതിപ്പോൾ അങ്ങോട്ട് വയ്യ അതുപോലെ തന്നെ പ്രസ് ചെയ്ത് ഈ വയറെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റി വെച്ചിട്ട് അതൊന്ന് കയറ്റുമ്പോൾ സൂക്ഷിക്കുക. അന്നേരം അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമുക്ക് ആ വയർ ബ്രേക്ക് ആകാത്ത രീതിയിൽ വേണം പ്രസ് ചെയ്ത് കയറ്റി വെക്കാൻ. അപ്പോൾ നമ്മുടെ അത് പ്രസ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നല്ലോണം പ്രസ് ചെയ്ത് തെർമോക്കോൾ കീറി പോകാതെ നമുക്ക് നോക്കണം, എങ്കിലേ ഉള്ളൂ ഇരിക്കത്തുള്ള പുതിയത് മേടിച്ച് വെക്കേണ്ടി വരും. അപ്പം നമുക്കത് നല്ല പ്രസ്സാക്കി ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് വെക്കണം. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഈ ഇതുപോലെ വണ്ണമുള്ള കോട്ടൻ്റെ നൂല് കാണുമല്ലോ, അതൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് ഈ LED അവിടെ ചുറ്റി, അത് ഈ വയർ കാണാത്ത രീതിയിൽ ചുറ്റി ഇതുപോലെ വെക്കണം.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണം അമർത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അന്നേരം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.